ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു മുട്ട വെച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് എഗ് റോൾ റെസിപ്പിയാണ്. കുറേ നേരം തന്നെ നല്ല ക്രിസ്പിയോട് കൂടിയിരിക്കും ഈ സ്നാക്സ്. എന്നാൽ ശരി, ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വെല്ലുള്ളി ചെറുതായി കട്ട് ചെയ്തതും, അതുപോലെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് കട്ട് ചെയ്തതും, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും, അതുപോലെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലും പച്ചമുളകും കട്ട് ചെയ്തതും കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും ക്യാരറ്റും ക്യാബേജും നമുക്ക് ഒരേ സമയത്ത് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ. അതുപോലെ കൂടുതൽ നമ്മളിതിങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നമുക്ക് ആ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു പച്ചമണം മാറുന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ നമ്മുടെ കറിവേപ്പിലും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സ്നാക്സ് നമുക്ക് ഈവനിങ് ആയിട്ടോ ഇനിയിപ്പോൾ ഇഫ്താർ സ്പെഷ്യലായിട്ടോ ഒക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിയോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണിത്. ഇനി പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/4 സ്പൂണോളം നമുക്ക് കാശ്മീരി മുളക് പൊടി ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടിയാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ മസാലകളൊന്നുമില്ല. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് സെൻറ്ററിൽ ഒരു സ്പേസ് കൊടുത്തിട്ട് അവിടെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ശേഷം നമ്മളിങ്ങനെ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിക്കി കൊടുക്കുമല്ലോ, അതുപോലെ നമ്മൾ മുട്ടയെന്ന് വെച്ചിട്ട് ഒന്ന് ചിക്കി കൊടുക്കാം. അപ്പോൾ ഈസിയാണ് കേട്ടോ നമ്മുടെ ഈ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കാൻ. ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. 8 ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലുള്ള ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ബ്രെഡ് എടുക്കാനാണ് കേട്ടോ നല്ലത്. ഇനി ഇതുപോലെ എല്ലാതും ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചത് വേസ്റ്റ് ആകൊന്നുമില്ല കേട്ടോ. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറായിരിക്കണം, അതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ശേഷം നമുക്ക് കുറച്ച് മൈദ പേസ്റ്റും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഒരു 2-3 സ്പൂണോളം മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ലൂസ് രൂപത്തിൽ നമുക്കിതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ലൂസായിട്ട് വേണം കേട്ടോ, നമുക്ക് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്റർ വരേണ്ടത്. ഇനി നമ്മുടെ ബ്രെഡ് കുറച്ച് ഹാർഡായ ബ്രെഡാണ്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ താഴത്ത് വെള്ളം വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുക. അതായത് ഇതുപോലെയുള്ള ഇഡ്ഡലി പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റിൽ തന്നെ നമുക്ക് ആവി കയറി കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ബ്രെഡ് നല്ല സോഫ്റ്റ് രൂപത്തിലാവും. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കോലോ പത്തിരിക്കോലോ ഒക്കെ ഉണ്ടായിരിക്കില്ല, അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ബ്രെഡ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പരന്ന് കിട്ടും. ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇനി പരന്നതിന് ശേഷം നമ്മുടെ ഫില്ലിങ് നമ്മുടെ ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ നടുകിൽ സെൻട്രലായിട്ട് ഇട്ടുകൊടുക്കാം. ശേഷം നമ്മുടെ ഈ സൈഡിലോട്ടൊക്കെ നമ്മുടെ മൈദ മിക്സാക്കി വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം നമ്മൾ സാധാ വാട്ടർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിലും ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ നന്നായിട്ട് തന്നെ നമുക്കിത് ഒട്ടിക്കിട്ടും. ഇതുപോലെ എല്ലാ സൈഡിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. അങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മുടെ മൈദ പേസ്റ്റിൽ നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പുറത്ത് എല്ലാ ഭാഗത്തും ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളെ ബ്രെഡ് ക്രംസിലും കൂടി നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ 2 കൈ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. ഒരു കയ്യിൽ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മളത് ബ്രെഡ് ക്രംസിലായിരിക്കുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അത് പൊട്ടിപ്പോകും. അപ്പോൾ ഒരു കയ്യിൽ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ മറ്റേ കൈ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു എണ്ണ ഞാനിങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ. ഇതുപോലെ നമ്മുടെ എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ ഷേപ്പിലല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ബോൾസ് ആയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ബ്രെഡ് ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം.
നമ്മൾ അകത്തൊക്കെ നന്നായിട്ട് വെന്ത സംഭവമാണല്ലോ. അപ്പോൾ നമുക്ക് പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതേ ഒരു ബ്രൗൺ കളറായിരിക്കുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. എല്ലാതും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് റോളാണ്. ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കഴിക്കാം. കട്ട് ചെയ്തിട്ട് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ബ്രെഡ് റോൾ വന്നിട്ടുണ്ട്. ഇതുപോലെ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കും കേട്ടോ. പക്ഷേ നിങ്ങളിങ്ങനെ മുട്ട വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ അടിപൊളി ഒരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.